السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഇസ്ലാമിക കലണ്ടർ പ്രകാരം പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്തു വെക്കുകയാണ്. വിശുദ്ധമായ മുഹറം മാസം പിറവിയെടുക്കുകയാണ്. നമുക്കറിയാം 12 മാസങ്ങൾ. അള്ളാഹു ഭൂമി ലോകം സൃഷ്ടിക്കുമ്പോൾ തന്നെ 12 മാസങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. അതിൽ 4 മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളാണ് ഈ മാസങ്ങൾ. വിശുദ്ധമായ ഖുർആൻ അതിന്റെ മഹത്വത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം ശരീരങ്ങളോട് അതിക്രമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് അതിന്റെ ഗൗരവം വളരെ 10 മടങ്ങായിരിക്കും എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, നല്ല കർമ്മങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ മഹത്വവും ശ്രേഷ്ഠതയും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളാകുന്ന നമ്മൾ എല്ലാവരും ഇനിയുള്ള ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾക്ക് ഊർജം നൽകുന്ന സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ നാം ശ്രമിക്കണം. മുഹറം 1 മുതൽ 10 വരെ പ്രത്യേകമായ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല, വിശുദ്ധമായ മുഹറം മാസത്തിൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്തുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റമളാൻ മാസത്തിന് ശേഷം ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ പറ്റുന്ന സന്ദർഭം അത് വിശുദ്ധമായ മുഹറം മാസമാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, രാത്രിയിൽ വെച്ച് ഏറ്റവും നല്ല രാവ് ഏതാണ്? ആ സമയം നബി തങ്ങൾ പറഞ്ഞു, രാത്രികളിൽ വെച്ച് ഏറ്റവും നല്ലത് രാത്രിയുടെ അർദ്ധരാത്രിയാണ്, ജൗഫുൽ ലൈലാണ്. മാസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മാസം ഏതാന്ന് ചോദിച്ചപ്പോ അത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് പറഞ്ഞത്. അപ്പൊ വിശുദ്ധമായ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ മാസം വിശുദ്ധമായ മുഹറമാണ്, ഷഹ്റുല്ലയാണ്. അത് അള്ളാഹുവിന്റെ മാസമാണ്, യുദ്ധം നിഷിദ്ധമായ മാസമാണ്. അതിൽ പ്രത്യേകിച്ച് 9-ന്റെയും 10-ന്റെയും ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ വളരെ സുന്നത്തുണ്ട്. അത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളെ കഴുകിക്കളയാൻ അത് പര്യാപ്തമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു സുന്നത്ത് നോമ്പുകളെക്കാൾ ഈ ദിവസങ്ങളിലുള്ള സുന്നത്ത് നോമ്പിന് മഹാനായ നബി തങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നുവെന്ന് ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടകരമായ സുന്നത്ത് നോമ്പിലൂടെയും സുന്നത്ത് നിസ്കാരങ്ങളിലൂടെയും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളിലൂടെയും ഇസ്തിഗ്ഫാറുകളിലൂടെയും തഹ്ലീലുകളിലൂടെയും നമ്മുടെ ഈ വിശുദ്ധമായ സമയങ്ങളെ ധന്യമാക്കി മുന്നോട്ട് പോവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു തആല നാം എവരെയും ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ വിശുദ്ധമായ ഹിജ്റ വർഷം അത് മുഴുവനായും നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുവാനും അവസാനം ഈമാനോടുകൂടെ മരിക്കുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.